റീസണിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറേ സോഴ്സസ് പറഞ്ഞു ജിക്കെയുടെ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പറഞ്ഞൊരു പേരായിരുന്നു പർമാർ SSC. ഞാൻ ആദ്യമായിട്ട് അപ്പോഴൊക്കെ കേൾക്കുന്നത്. അരിഹന്ത് വാങ്ങിയിട്ടുണ്ട് ഞാൻ, പക്ഷേ വായിച്ചിട്ടുണ്ടായില്ല. പിന്നെ PYQ ബുക്ക് വായിച്ചിരുന്നു. GK തന്നെ ആയിരിക്കും. GK ആദ്യം കുറേ കാലം ഒരു ജോലി ഇല്ലാതെ അല്ലേ, ഒരുപാട് ഫെയിലറുകളും കാര്യങ്ങളായിട്ട് പോയി. ഇപ്പം തുടർച്ചയായിട്ടൊരു 2-3 ജോലി അങ്ങ് കിട്ടി. റെയിൽവേയിലും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ അന്ന് റിസൾട്ട് വന്ന ദിവസം വൈകുന്നേരമാണ് MTS, രാത്രി CGL. ഇത് രണ്ടിലും ക്രാക്ക് ചെയ്ത ഒരാളാണ്. SSC മലയാളിയുടെ ഹെൽപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളും പറയണം. കാരണം എൻ്റെ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഹെൽപ്പ് SSC മലയാളിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 സ്റ്റേജിൽ സ്റ്റക്കായി പോയി. കാരണം അഡ്വാൻസ് മാത്സിൽ പുതിയ കൺസെപ്റ്റ്സ് ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. 2023 മെയിൻസ് എനിക്ക് എഴുതാൻ പറ്റിയില്ല. എക്സാം ഹാളിൽ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയതിൻ്റെ പേരിലാണ്. പക്ഷേ ആ മെയിൻസ് കഴിഞ്ഞോടുകൂടി വീണ്ടും ഡൗണായി. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഒരു വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അടുത്ത പ്രിലിംസിൽ. അപ്കമിങ് ആസ്പിരൻസിനോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജോയിൻ ചെയ്തതാണെങ്കിൽ, നിങ്ങൾ സ്വയം തീരുമാനിച്ചെടുത്തതാണെങ്കിൽ കുറച്ച് വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും വെറുതെയാണ് സാർ. കാരണം ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യാണ്. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ റാങ്കിൻ്റെ കഥ എന്ന സീരീസിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ്. നിങ്ങളുടെ ഒരുപാട് പേർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഇൻ്റർവ്യൂ. കാരണം നമ്മൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പല നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ വരുന്നൊരു കമൻറ്റാണ്, സാർ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രമാണോ ഈ SSC ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ BTech ഉള്ളവർ മാത്രമാണോ, അല്ലെങ്കിൽ BSCക്കാർ മാത്രമാണോ, അവർക്ക് മാത്രം പറ്റിയൊരു എക്സാമാണോ ഇത്, ബാക്കിയുള്ളവരൊന്നും ക്ലിയർ ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യം ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നബ്ഹാനാണ്, തൃശ്ശൂരിൽ നിന്ന്. നബ്ഹാൻ എന്ന് പറഞ്ഞാൽ +2 കൊമേഴ്സ് എടുത്ത ഒരാളാണ്. നബ്ഹാൻ ഈ ഒരു എക്സാമിൽ, കഴിഞ്ഞ CGL 2024 എക്സാമിൽ ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നബ്ഹാൻ്റെ കഥ നമുക്ക് നബ്ഹാൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. നബ്ഹാൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സാർ. അപ്പോൾ നബ്ഹാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അതിന് എങ്ങനെയായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്താണ്, പിന്നെ എങ്ങനെയാണ് SSCയിലോട്ട് വന്ന കാര്യങ്ങൾ? സാർ, ഞാൻ 2018 BCom കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ ഉടനെ +2 കൊമേഴ്സ് ആയിരുന്നു അല്ലേ? +2 കൊമേഴ്സ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞ ഉടനെ ഒരു CFMൽ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടായി. പിന്നെ പതുക്കെ CMA OSCC ഒക്കെ ചെയ്യണം എന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി കാലിക്കറ്റ് ഒരു സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കുന്നുണ്ടായി. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ. സിവിൽ സർവീസിലോട്ടാണ് ആദ്യം പോയത്? അതെ, തുടക്കം അങ്ങനെയായിരുന്നു. ഞാൻ അതിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി കിട്ടി. ട്രിവാൻഡ്രത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയി ഒരു കൊല്ലം. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്താണ് RRB NTPC എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. ഒരു കോവിഡ് ലോക്ക്ഡൗൺ പകുതിയൊക്കെ ആയപ്പോൾ സിവിൽ സർവീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി NTPCക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. ആ എക്സാം എന്ന് പറയുന്നത് 2019 നോട്ടിഫിക്കേഷൻ വന്നു. 20 പകുതിയായിരുന്നു ഡേറ്റ് വരുന്നത്. 21 പ്രിലിംസ്, 22 മെയിൻസ്. എൻ്റെ DV മെഡിക്കലൊക്കെ കഴിയുന്നത് 2022 ഒക്ടോബറിലാണ്. അപ്പോൾ അത്രയും നീണ്ടു നിന്നൊരു എക്സാം വരും. ആ ജേണിയുടെ ഇടയിലാണ് ഞാൻ SSC എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ടെന്നും. NTPC ഒരു പോസ്റ്റിൻ്റെ എക്സാം ക്ലിയർ ആയിട്ടുണ്ടായി, സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ. പക്ഷേ കളർ ബ്ലൈൻഡ് ആയതുകൊണ്ട് മെഡിക്കൽ അങ്ങനെ അവിടെ ഒരു ഫെയിൽ, അങ്ങനെ എനിക്ക് ഒരുപാട് ഫെയിലർ സംഭവിച്ചിട്ടുണ്ട് എത്തുന്നതിന് മുമ്പ് അല്ലേ? സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ SSC എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എത്തുന്നത്? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു NTPCയുടെ ജേണി ഒരു വലിയൊരു ജേണി ആയിരുന്നല്ലോ, 2 വർഷം നീണ്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു, SSC എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. NTPC ആയാലും റെയിൽവേ ആയാലും സെയിം സിലബസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ മെഡിക്കലൊക്കെ ഫെയിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ SSCയുടെ പ്രിപ്പറേഷൻ തുടങ്ങി. ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 2021 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2022-23 എനിക്ക് പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്തു. കുറച്ചും കൂടി വേറെ കോച്ചിങ് എവിടെയെങ്കിലും എടുത്തായിരുന്നു? ഇല്ല, വേറെ സെൽഫായിട്ട് പഠിച്ചു. പിന്നെ നമ്മളെടുത്ത ബാച്ച് 1 ജോയിൻ ചെയ്തു. പ്രിപ്പറേഷൻ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയി ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നബ്ഹാൻ നമ്മളോടത്ത് ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്. നബ്ഹാനെ എനിക്ക് പേഴ്സണലി അറിയുന്നത് തന്നെ. നബ്ഹാൻ ഒരുപാട് കഥകളുണ്ട് നമ്മളോട് പറയാൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫെയിലറിലൂടെ കടന്നു വന്നിട്ടാണ് ലാസ്റ്റ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നബ്ഹാൻ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, കഥകൾ, കാര്യങ്ങൾ? ഇപ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. ആദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടായിരുന്നു ഈ എക്സാമിന് പഠിക്കാൻ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം SSC CGL ക്ലിയർ ചെയ്യാൻ നമുക്കൊരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൻ്റെയോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് 10ാം ക്ലാസ് ലെവലിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ SSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അവിടെ BTech എന്നോ BSc എന്നൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ +2 സയൻസ്. അതേ ഉള്ളൂ. SSC പറയുന്നത് ഇനി ഡിഗ്രി എന്നാണ്. എനിക്ക് ചില എക്സാംസ് അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഡിഗ്രിക്ക് 60% മാർക്ക് വേണമെന്നുള്ളൊരു ക്ലോസ് വയ്ക്കാറുണ്ട് ചില എക്സാം.
എനിക്ക് 60% മാർക്കില്ല ഡിഗ്രിക്ക്. ഡിഗ്രിക്ക് 60 ഇല്ല, ഇല്ല. +2 കൊമേഴ്സും ആണ്. അതെ. ആ. അപ്പോൾ SSC അതുപോലും പറയുന്നില്ല, ഇനി ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടോ, ഈ എക്സാം നിങ്ങളുടെയും കൂടിയാണ്. അത് മറ്റൊക്കെ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളാണ് സത്യം പറഞ്ഞത്. ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്ക് കിട്ടൂല എന്നിട്ടുള്ള ഒരു ഇല്ലേ. ഞാനിതൊരു സ്പെഷ്യൽ അച്ചീവ്മെന്റ് ആയിട്ട് കാണാറില്ല. പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും അങ്ങനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കാറില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറെ കുട്ടികൾ നമ്മോട് എൻക്വയറി ചെയ്യുന്നു, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമാണോ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ സത്യം പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 10 വരെയുള്ള മാത്സ് ആണ് ചോദിക്കുന്നത്, ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ. +2 സംഭവങ്ങൾ ചോദിക്കുന്നില്ല. അപ്പൊ 10 വരെ നല്ല വൃത്തിക്ക് മാത്സ് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ മാത്സ് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്ക് അരിത്തമെറ്റിക്സ് ഒന്നും തുടക്കം മുതലേ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അഡ്വാൻസ്ഡിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അതായാലും മനസ്സ് നമ്മളൊരു ക്ലാസ് ഒക്കെ കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാം. പിന്നെ DCSന്റെ പാറ്റേണിൽ അഡ്വാൻസ്ഡ് മാത്സ് അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരാറുമില്ല. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കൺസേൺ ഏരിയ എന്ന് പറയുന്നത് GK സയൻസ് പോർഷൻ ആയിരിക്കും. പക്ഷെ അതാണെങ്കിൽ എനിക്ക് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു തന്നെയാണ് മെജോറിറ്റി അല്ലേ. അത് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും ഒരു സ്റ്റാറ്റിക് GK പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ മാത്സ് കഴിഞ്ഞ് അതിൻ്റെ കൂടെ റീസണിങ് എങ്ങനെയായിരുന്നു? റീസണിങ് ഞാൻ മോക്സ് മാത്രമാണ് ചെയ്യാറുള്ളത്. മോക്ക് മാത്രം അല്ല, ഒരു ബുക്കോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നുമില്ല? ഇല്ല, ഫുൾ മോക്ക് ചെയ്യും. അങ്ങനെ തന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. GK SSC എന്ന് പറയുന്നത് ഒരുപാട് PYQs റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ GK എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ആദ്യം PYQs ആണ് പഠിച്ചത്. ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അരിഹന്തിൻ്റെ PYQ ബുക്ക്, ഒരു 20 years ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അത് പഠിച്ചിരുന്നു. പിന്നെ മലയാളത്തിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നന്നായിട്ട് ആ സമയത്ത് ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തുടക്കത്തിലെ ഒരു 20+, 25+ ആ ഒരു രീതിയിലേക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ബാക്കിയുള്ള സെക്ഷൻസ് സ്ട്രോങ് ആക്കാന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെ. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് 2020 ശേഷം മെയിൻസിലേക്കും കൂടെ GK ഇമ്പോർട്ടൻസ് കൂടി. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് 30+ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, 35+ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി ഒന്ന് മാറ്റി. ഈ അക്ഷയ് സാറ് റീസണിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറെ സോഴ്സസ് പറഞ്ഞു GKയുടെ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പറഞ്ഞൊരു പേരായിരുന്നു പർമാർ SSC. ഞാൻ ആദ്യമായിട്ട് അപ്പോഴൊക്കെ കേൾക്കുന്നത്. പിന്നെ വീണ്ടും അനേകം എല്ലാവരും പറയുന്നു പർമാർ SSC കുറിച്ച്. അപ്പോൾ ഞാനത് പഠിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. PYQ സീരീസ് ഞാൻ അല്ലാതെ ബുക്ക് ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ഓർഡറിൽ ഇപ്പോൾ എല്ലാവരും വരുന്നത് ലൂസൻറ്റ്, അരിഹന്ത് പോലത്തെ കംപ്ലീറ്റ് ഉള്ള ബുക്ക് അതൊന്ന് വാങ്ങിയിട്ടൊന്നും പഠിച്ചിട്ടുണ്ട്? അരിഹന്ത് വാങ്ങിയിട്ടുണ്ട് ഞാൻ, പക്ഷെ വായിച്ചിട്ടുണ്ടായില്ല. പിന്നെ PYQ ബുക്ക് വായിച്ചിരുന്നു. ബാക്കി അപ്പോൾ അത് നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞാൽ റിവേഴ്സ് സ്ട്രാറ്റജി എന്ന് പറയും. ഇംഗ്ലീഷിനാണെങ്കിലും GK-യിലാണെങ്കിലും ആദ്യം PYQ നോക്കിയതിന് ശേഷം പിന്നെ മെയിൻ ടോപ്പിക്കിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു മെയിനായിട്ട് പഠിച്ചത്? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് മോക്കിലൂടെയാണ്. PYQ മോക്സ് ചെയ്യും, അനലൈസ് ചെയ്യും, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം എല്ലാം ആദ്യം മോക്കിലൂടെയാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിന് വേണമെങ്കിൽ നമുക്കൊരു 3 പാർട്ടായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ഗ്രാമർ, കോംപ്രഹെൻഷൻ, വൊക്കാബ്. അതിൽ വൊക്കാബ് ഒഴികെയുള്ള പാർട്ടൊക്കെ മോക്കിലൂടെ തന്നെ സെറ്റായി. ഗ്രാമറിന് കുറേ സോഴ്സസ് ഉണ്ട്, പക്ഷെ ഞാനത് വായിക്കാറില്ല. SSCയുടെ എക്സാം പൊതുവെ ഈസി ആയതുകൊണ്ട് മോക്ക് തന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോംപ്രഹെൻഷൻ മെയിൻലി മെയിൻസിലാണ് വരുന്നത്. അത് ഞാൻ ആ സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു ഡെയിലി. ഇംഗ്ലീഷ് മാധ്യമം എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ആർട്ടിക്കിൾ വരുമ്പോൾ വായിക്കാറുണ്ട്. അങ്ങനെ എക്സ്ട്രാ റീഡിങ്ങിലൂടെ കോംപ്രഹെൻഷൻ സെറ്റായി. പിന്നെ വൊക്കാബ് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് കഴിഞ്ഞ മെയിൻസ് ഒഴികെ എല്ലാ എക്സാമിനും വൊക്കാബിൽ മാർക്ക് പോകാറുണ്ട്. ഏതാ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാ? വീക്ക് GK തന്നെ ആയിരിക്കും. GK തന്നെ. പിന്നെ വേണ്ട കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം കുറേ കാലം ഒരു ജോലി ഇല്ലാതെ അല്ലേ ഒരുപാട് ഫെയിലറുകളും കാര്യങ്ങളായിട്ട് പോയി. ഇപ്പം തുടർച്ചയായിട്ടൊരു 2-3 ജോലി അങ്ങ് കിട്ടി. റെയിൽവേയിലും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ അന്ന് റിസൾട്ട് വന്ന ദിവസം വൈകുന്നേരമാണ് MTS, രാത്രി CGL. ഇത് രണ്ടിലും ക്രാക്ക് ചെയ്ത ഒരാളാണ് നുബാൻ. അപ്പോൾ നുബാൻ എങ്ങനെയായിരുന്നു ആ ഒരു പെട്ടെന്ന് ഒരു 6 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊമോഷൻ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇല്ല, റിസൾട്ട് ഒരു 12-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ റെയിൽവേ എന്നെ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ NTPCയുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന്, ജൂനിയർ ക്ലർക്കായിട്ട്. അപ്പോൾ 10-ാം തീയതി അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മധുരൈ ഡിവിഷനാണ് അലോട്ട് ആയിട്ടുള്ളത്, മെഡിക്കലിന് വരണം, 20-ാം തീയതി ട്രെയിനിങ് തുടങ്ങും. അത് ഉറപ്പായിരുന്നു. അപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു 10-ാം തീയതി റിസൾട്ട് വരും. അപ്പോൾ ഞാൻ 10-ാം തീയതി വെയിറ്റ് ചെയ്ത് വന്നില്ല, 11-ാം തീയതി വെയിറ്റ് ചെയ്ത് വന്നില്ല. 12-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കയ്യിലുള്ള ജോബ് കളയുന്നത് സേഫ് അല്ലാന്ന് തോന്നിയിട്ട് ഞാൻ ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്കാണ് മൊബൈലിൽ ഭയങ്കര നോട്ടിഫിക്കേഷൻ
അത് MTSൻ്റെ റിസൾട്ട് ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയെന്ന് മനസ്സിലായി. വീട്ടിലെത്തി നോക്കിയപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇൻകം ടാക്സിൽ MTS ആയിട്ട് കിട്ടി. അതെ അതെ. അപ്പോൾ ഞാൻ ഫാമിലിയിലുള്ളവരോട് പറഞ്ഞു, എനിക്കും തോന്നി റെയിൽവേനെ കാട്ടി MTS ചൂസ് ചെയ്യാൻ, കാരണം അടുത്ത CGL പഠിക്കണമെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങാൻ പോയപ്പോഴാണ് CGL റിസൾട്ടും വരുന്നത്. അങ്ങനെ അതും കിട്ടി. അവിടെ ഇൻകം ടാക്സിൽ തന്നെ ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ജസ്റ്റ് 6 മണിക്കൂർ കൊണ്ട് ഇൻകം ടാക്സ് MTSൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് പ്രൊമോഷൻ കിട്ടിയ അല്ലേ? ഓക്കെ. എന്നിട്ട് എങ്ങനെ വീട്ടിലെ റിയാക്ഷൻ ഒക്കെ എല്ലാവരും എന്ത് പറഞ്ഞു? അവർ ഉറങ്ങിയിട്ടുണ്ടായില്ല, കാരണം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ സംസാരിച്ചിരുന്ന് അവർ ഉറങ്ങാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അവർ ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. ഞാൻ അപ്പോൾ തന്നെ അവരെ അറിയിച്ചായിരുന്നു. ഹാപ്പി ആയിരുന്നു, ഇമോഷണൽ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി, എല്ലാവരും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ SSC മലയാളിയിലെ ബാച്ച് 1 സ്റ്റുഡൻറ്റ്, ഈ SSC മലയാളിയിലെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പിയർ ഗ്രൂപ്പും ഇവിടുത്തെ ഒരു സ്റ്റഡി സർക്കിളും ആദ്യം ബാച്ച് 1-ലുണ്ടായിരുന്നു, പിന്നെ ക്രാഷ് കോഴ്സിലുണ്ടായിരുന്നു, പിന്നെ ട്രയൽ 2ൻ്റെ ക്രാഷ് കോഴ്സിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ആ മാറ്റങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി പെട്ടെന്ന് മാറിയതും എന്തൊക്കെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? SSC മലയാളിയുടെ ഹെൽപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളും പറയണം. കാരണം എൻ്റെ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഹെൽപ്പ് SSC മലയാളിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് PYQ മോക്സ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, നോട്ട്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ GK വളരെ ക്ലിയറാണ്, ഒന്നും അറിയില്ല. അപ്പോൾ പാരലായിട്ട് യൂട്യൂബ് ചാനൽസ് കണ്ട് പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ആയാലും കുറേയൊക്കെ മോക്കിലൂടെ തന്നെ സെറ്റായി, റീസണിങ് മതി. പക്ഷേ മാത്സിൽ ഞാൻ 1 സ്റ്റേജിൽ സ്റ്റക്കായി പോയി. കാരണം അഡ്വാൻസ് മാത്സിൽ പുതിയ കൺസെപ്റ്റ്സ് ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. ഓൾജിബ്ര, ട്രിഗണോമെട്രി, ഇൻസിൻഡ് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു സമയത്ത് വളരെ വാസ്റ്റായിട്ട് തോന്നി സിലബസ്. റെയിൽവേക്ക് പഠിക്കുമ്പോൾ അഡ്വാൻസ് മാത്സ് അധികം വരാറുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ SSC മലയാളിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് മാത്സ് ഹാൻഡിൽ ചെയ്തിരുന്നത് റഷീദ് സാറായിരുന്നു. ഞാനത് കണ്ട് നോട്ട്സ് ഉണ്ടാക്കി. അപ്പോൾ പകുതി ഓക്കെ ആയി. സനും സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് സാറിൻ്റെ ക്ലാസ് കാണുമ്പോൾ അത്ലറ്റിക്സ് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലാണല്ലോ ചെയ്യുന്നത് തുടക്കത്തിൽ. സാറിൻ്റെ ക്ലാസ്സസ് കാണുമ്പോഴാണ് ഒരുപാട് ഷോർട്ട് ട്രിക്സ് ഉണ്ടെന്നും എങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, എങ്ങനെ അറ്റംപ്റ്റ്സ് കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ വളരെ ഒബ്വിയസ് ആണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം അന്ന് തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും നന്ദിയൊക്കെ തോന്നിയിരുന്നു ഈ ഒരു ടീമിനോട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 2023 പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെ സമയം, മെന്റർഷിപ്പ്. അവിടെ ഞാൻ ശരിക്കും സ്റ്റക്കായ ഒരു സമയമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്ക് തീരെ ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നില്ല. ഒരു 290 തന്നെ എത്തുന്നുള്ളൂ സ്കോർ. ഒരു മോക്ക് ചെയ്താൽ ചിലപ്പോൾ 1-2 ദിവസം അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും മെൻ്റലി ഡൗൺ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. പ്രിലിംസ് ക്ലിയർ ആയി, മെയിൻസിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ എനിക്കൊരു ജോബ് ഓഫറും കിട്ടി, ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ഇത് കിറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോഴാണ് സാറ് ഒരു ഫ്രീ മെൻറ്റർഷിപ്പ് തുടങ്ങുന്നത്. ഒന്നുമില്ല, ഒരു വീക്കെൻഡ്സ് ആകുമ്പോൾ സാറ് വരും, കുറച്ച് മോക്സ് അനലൈസ് ചെയ്യും. സാറിൻ്റെ കൂടെ ഓൾറെഡി അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ടാവും, അവർ സംസാരിക്കും. നവ്യ മാമൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്തായാലും പിന്നെ ക്വിറ്റ് ചെയ്യണ്ട, ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതും ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണല്ലോ. അന്ന് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എക്സാം കിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. 2023 Tier 2ൻ്റെ സമയത്ത് ഒരു ചെറിയൊരു നമുക്കെല്ലാം സങ്കടമുള്ള ഒരു സീരിയസ് SSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം സംഭവിച്ചിട്ട് എന്താ അനുഭവം? അതെന്തായിരുന്നു? 2023 മെയിൻസ് എനിക്ക് എഴുതാൻ പറ്റിയില്ല. എക്സാം ഹാളിൽ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയതിൻ്റെ പേരിലാണ്. അത് സാറ് ഇവിടെ എല്ലാ ബാച്ചിലും പറയാറുണ്ട്, പേര് പറയാറില്ലെങ്കിലും ഈ കഥ എല്ലാവരോടും പറയാറുണ്ട്. അല്ല, നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാരണം കൊണ്ടായിരിക്കില്ല, വേറെ പല കാരണങ്ങളുണ്ട് നമുക്ക്. പക്ഷെ അപ്പോഴെപ്പോഴും നമ്മൾ എക്സാമിന് പോകുമ്പോൾ കുറച്ചൊരു സ്പെയർ ടൈം വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ എനിക്ക് പറയാനുള്ളത്, പരമാവധി എക്സാം ദൂരെയാണെങ്കിൽ പരമാവധി തലേന്ന് തന്നെ പോയി സ്റ്റേ ചെയ്യുക, എന്നിട്ട് എത്തുക അല്ലേ. പിന്നെ ഞാനൊക്കെ ആദ്യം റിപ്പോർട്ടിംഗ് ടൈം കണക്കാക്കി ഇറങ്ങും, പിന്നെ ഗേറ്റ് ക്ലോസിങ്ങിന് മുമ്പ് കയറും. അങ്ങനത്തെ ഒരു ശീലമായിരുന്നു. പിന്നെ അത് മാറ്റി എനിക്കൊന്ന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നേരത്തെ തന്നെ എക്സാം സെന്ററിൽ കയറി എഴുതുന്ന ആൾക്കാരാണ്. കാരണം 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സാർ, അതാണ്. അതെ, ഞാൻ എല്ലാ എക്സാമിൻ്റെ മുമ്പ് എല്ലാ കുട്ടികളോടും ഇതുപോലെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ പേര് പറയാറില്ല. ഇങ്ങനെ ഒരാൾ നമ്മൾ 2 മിനിറ്റ് ലേറ്റായി പോയി, പ്രിലിംസ് ഓക്കെ, നമ്മൾ ഫസ്റ്റ് എക്സാം എന്ന് പറയും, പ്രിലിംസ് ക്വാളിഫൈ ആയിട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് 2 മിനിറ്റ് ലേറ്റ് ആവുന്നു.
അപ്പോൾ അതൊരു എക്സാമ്പിളാണ് നെബുവാൻ്റെ കാരണം കൊണ്ടല്ല, പക്ഷേ എന്താ പറയുക, ഒരുപാട് വണ്ടിയിൽ അങ്ങനത്തെ വണ്ടി പഞ്ചറായിരുന്നില്ല, അങ്ങനത്തെ ഒരുപാട് അല്ല, വേറെ ചെറിയ ചെറിയ കാരണങ്ങളായി. ഒരു 3-4 കാരണങ്ങൾ ഒരുമിച്ചൊക്കെ വന്നു. പിന്നെ മൊബൈലിൽ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാരണം നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ ദൂരെയൊക്കെ ആണെങ്കിൽ തലേദിവസം പോയിട്ട് അവിടെ റൂം എടുക്കുക, അതിൽ അടുത്തുള്ള പരീക്ഷയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ അവിടെ എത്തി സെൻറ്ററിൽ ഇരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും ഒരു എക്സാമ്പിളാണ് നെബുവാൻ. അപ്പോൾ നെബുവാൻ ആ ഒരു വിഷമത്തിലും കൂടിയാണ് പിന്നെ Tier 2 എഴുതാൻ പറ്റിയില്ല. അപ്പം നിർത്തിയാലോ തോന്നിയ പിന്നെ, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ പോലും നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഡൗൺ ആയ ഒരു സമയമായിരുന്നു. ഞാൻ അന്ന് തന്നെ ഒരു 5-6 തവണ കരഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ കരഞ്ഞു. തിരിച്ചൊരു 50-60 കിലോമീറ്റർ യാത്രയുണ്ട്. ബൈക്ക് ഓടിക്കുമ്പോൾ കരയായിരുന്നു. വീട്ടിലെത്തി കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കരയായിരുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് CHSൽ മെയിൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നത്. പക്ഷെ ആ മെയിൻസ് കഴിഞ്ഞോടുകൂടി വീണ്ടും ഡൗൺ ആയി. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഒരു വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അടുത്ത പ്രിലിംസിലേക്ക്. ഒറ്റയ്ക്ക് ഇരുന്നാൽ പ്രശ്നമാണ്, പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഓഫ്ലൈൻ മാച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫസ്റ്റ് ബാച്ചിലാണ് ജോയിൻ. പിന്നെ ആ ഒരു ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ജോയിൻ ചെയ്തപ്പോഴാണ് ശരിക്കും പ്രിപ്പറേഷൻ ട്രാക്കിലാവുന്നത്. മറ്റേത് ഞാൻ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് കുറേ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു SSC ആസ്പിരൻസ് എത്ര പഠിക്കണോ അത്രയും പഠിച്ചിരുന്നില്ല. അതിവിടെ വരുമ്പോഴാണ് ക്ലിയർ ആവുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ ബാച്ച് 1 ഒരു ക്രാഷ് ബാച്ച് പോലത്തെ ഒരു ബാച്ച് തന്നെയായിരുന്നു. ഒരു 20+ കുട്ടികളെങ്കിലും CGL ക്ലിയർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടികളായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പഠിക്കുന്നത് നല്ല സ്റ്റുഡൻസിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് നല്ല ക്ലാസ്സസ് ആണ്. ഒബ്വിയസ്ലി മാത്സ് സാർ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. റീസണിങ് അക്ഷയ് സാറാണെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. സുമി മിസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ വീക്കിലി ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, ഡിസ്കഷൻ മെയിൻലി ബാസിം സാറായിരുന്നു. ബാസിം സാറിൻ്റെ മാത്സ് ഡിസ്കഷൻ അടിപൊളിയായിരുന്നു. കാരണം ഓരോ ക്വസ്റ്റ്യൻസ് സാർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ ഷോർട്ട് ട്രിക്സും ഇക്വേഷൻസ് ഒക്കെ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ഒക്കെ യൂസ്ഫുൾ ആയിരുന്നു. ഇത് പറഞ്ഞത് ആവശ്യമുള്ളതാണോ, അതോ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ നമ്മളെ അനലൈസ് ചെയ്താൽ മതി, അതോ ഒരാൾ പറഞ്ഞു തരുന്ന ഒരു ഉപകാരം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ബാസിം സാറിനെ പോലെ ഒരാളെ ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്കെല്ലാം ബാസ് സാറാണ് ചെയ്തല്ലേ? കൂടുതലും ബാസിം സാറാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതിൽ റീസണിങ് ഇംഗ്ലീഷ് GK ഒക്കെ സാർ വെറുതെ പറഞ്ഞു പോവുള്ളൂ. പക്ഷെ മാത്സ് ഭയങ്കര കൃത്യമായിട്ടില്ല. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു 10-20ഓളം മോക്ക്, ടോട്ടൽ എനിക്ക് തോന്നുന്നു 20 മോക്ക് അറിയുമ്പോൾ 500ഓളം ക്വസ്റ്റ്യൻ മാത്സ് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളും സർക്കിളും ഒക്കെ ആയിട്ട്. പിന്നെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. സാർ ഓരോ ഗ്രൂപ്പിന് GST ഇൻകം ടാക്സ് എന്നൊക്കെ പേരിട്ടിട്ട് ഇന്ററാക്റ്റീവ് സെഷൻ അല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ CHSL പരീക്ഷ കഴിയുന്നത്, കഴിഞ്ഞ 2023. അത് എത്ര മാർക്കിനാണ് മിസ്സായി പോയത്? CHSL ഈ CHSL അല്ല 2023 എനിക്ക് 1 മാർക്കിനായിരുന്നു. 1 മാർക്കിന്. അപ്പോൾ അത് അടുത്ത ഫെയിലിയർ വീണ്ടും വരുന്നു അല്ലേ? ഒന്നും ഓൾറെഡി നമുക്ക് എഴുതാൻ പറ്റിയില്ല, ഓൾറെഡി NTPCയിൽ അങ്ങനെ മെഡിക്കൽ ഫെയിലായി പോയി. പിന്നെ CHSL വീണ്ടും 1 മാർക്കിന്. അത് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല, പക്ഷേ നമുക്ക് എവിടെയോ ഒരു ലക്ക് എവിടേക്കോ തട്ടി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യുക, നേരെ നിർത്തി പോവുകയാണ് ചെയ്യുക. പക്ഷേ നെബുവാൻ അവിടെ നിന്നില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്തു അല്ലേ? വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അടുത്ത പരീക്ഷ 1 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടുത്ത പരീക്ഷ. അത് ഇവിടെ വരുമ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആണ്, പക്ഷെ ഗ്രാജുവലി നമ്മൾ പോസിറ്റീവായി. പിന്നെ കൂടെയുള്ള ഒരാൾക്ക് അല്ലേ കുറച്ചുകൂടി അംബീഷ്യസ് ആയി. കാരണം ഇവിടെ വരുമ്പോൾ എനിക്കൊരു MTSO അല്ലെങ്കിൽ CHSലോ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ട് സാർ. ഇപ്പോൾ സാറിൻ്റെ കൂടെ ആയാലും സാറിൻ്റെ മെൻറ്റർഷിപ്പ് നേരിട്ട് കിട്ടാന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. റഷീദ് സാറ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കിരൺ സാർ, അതുൽ സാറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിഹാലത്ത സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് ലൈഫിനെ നോക്കി കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ ഓൾറെഡി അച്ചീവ് ചെയ്ത ആളുകൾ വന്നിട്ട് പറയുമ്പോൾ അതിനൊന്നും കൂടി ഒരു വാല്യൂ. ചെറിയ സമയങ്ങളായിരിക്കും, പക്ഷെ അതൊരു ക്വാളിറ്റി ടൈമാണ്. നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റി മറിക്കാൻ പവർഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് കൂടെയുള്ള ആളുകളല്ലേ അത് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഒരുപാട് പേര്. അത് ആ ക്രാഷ് ബാച്ചിന്റെ സമയത്താണ് കൂടുതലും ഗ്രൂപ്പ് ഡിസ്കഷൻസ് വരുന്നത്. ക്രാഷ് കോഴ്സിന് മുഴുവൻ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയത്. രാവിലെ മാത്സ്, ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ്, GK. മാത്സ് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് രാവിലെ വരും. ഗ്രൂപ്പൊക്കെ തന്നെ. പിന്നെ മാത്സ് ആകുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഐഡിയാസും കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ഷെയർ ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം GK വൊക്കാബ് അതത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, പക്ഷെ വളരെ എഫക്റ്റീവ് ആണ്. ശരിയാ, നമുക്കെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിക്കോണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അതെ. പക്ഷെ നമ്മൾ GK ഒക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന്
ഇപ്പോൾ നുബാനൊക്കെ ആണെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ സയൻസ് ഒന്നും ചിലപ്പോൾ അത്ര ഒരു അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ സയൻസ് അറിയുന്ന ഒരാൾ പറഞ്ഞു തരിക, അതുപോലെ നുബാൻ അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഒരു പരിധി ഉണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന്. പക്ഷെ ഒരു കൂട്ടായിട്ട് പഠിക്കുമ്പോൾ ഏതാ നല്ലത്, സെൽഫ് സ്റ്റഡി ആണോ ഗ്രൂപ്പ് സ്റ്റഡി ആണോ? ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. ആദ്യം കുറെ മടി ഉണ്ടെങ്കിലും പിന്നെ പിടിച്ചിരുത്തി ഒറ്റയ്ക്ക് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി വേണം. കാരണം അത് എല്ലാത്തിലും മാത്സ് ആയാലും GK ആയാലും വൊക്കാബ് രണ്ടും വേണം അല്ലേ? ഒന്ന് മാത്രം അല്ല, എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ചില ആൾക്കാരെന്ന് എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടേ, അപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും കൂടി ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ ആരോ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞതുപോലെ ചില ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയിൽ ഇപ്പോൾ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആ ഗ്രൂപ്പ് സ്റ്റഡിയിൽ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ട 2 ചോദ്യങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറയും. അവരിന്ന് പഠിച്ചൊന്നുമല്ല, പക്ഷെ എന്തോ ഒരു കേട്ട ഓർമ്മയിൽ ആ 2 ചോദ്യം മെയിൻസ് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റി. 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 5 മാർക്കാണ് അല്ലേ? അത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനും ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ. ചിലപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നതിനെ കാട്ടി ചിലപ്പോൾ എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ കഥകളൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. ഒരുപാട് പേര് കോഡ്സും അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ജേണി കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു റിസൾട്ടിലെത്തി. ഓക്കെ, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും എന്ത് പറയുന്നു? വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്. കാരണം കുറെ കൊല്ലമായല്ലോ ഇങ്ങനെ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പോൾ അത്യാവശ്യം സോഷ്യൽ റെസ്പെക്ട് ഒക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജോലി കയറിയിട്ട് എങ്ങനെയാണ് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ഏപ്രിൽ 29 ജോയിൻ ചെയ്തു കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിൽ. അപ്പോൾ നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. ശനി ഞായറൊക്കെ ലീവാണ്. പിന്നെ ഒരു ഗവൺമെന്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഡിഫറെന്റ് ആണ്, ഒരു കോർപ്പറേറ്റ് ബിൽഡിംഗ് പോലെ. പിന്നെ കൂടെയുള്ള വർക്കേഴ്സ് ആയാലും പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സുപ്പീരിയേഴ്സ് ആയാലും. വർക്കും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല, എൻജോയ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താ? ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മുകളിൽ നമുക്ക് പോസ്റ്റുകൾ ഉണ്ട് CGL. ഇനി അടുത്ത പ്ലാൻ എന്താണ്? CGL ഒരു തവണ കൂടി അറ്റംപ്റ്റ് ചെയ്യണം. ഇൻസ്പെക്ടർ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. CGL എന്തായാലും എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പഴയ UPSC ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടോ? ആസ് ഓഫ് നൗ പ്ലാൻസിലില്ല. എന്നാലും തിരിച്ചു പോകാൻ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും UPSC is far better than SSC. അത് നമ്മളിവിടെ കാണുന്നതാണല്ലോ. അവിടെ ഒരുപാട് ജോയിന്റ് കമ്മീഷണേഴ്സും ഡെപ്യൂട്ടി കമ്മീഷണേഴ്സും ഒക്കെയുള്ള. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 18,000 വേക്കൻസി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വർഷം 1000 വേക്കൻസി. ആ ഒരു റിസ്ക് ആണ്. പക്ഷേ എന്നാലും റിസ്ക് പോയി പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ് അല്ലേ? എല്ലാവരും പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരു ഗവൺമെന്റ് ജോലിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും ബെറ്റർ UPSC ആണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഓപ്ഷനേ ഉള്ളൂ, UPSC ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ SSC ആണ്. പിന്നെയാണ് NTPC വരുന്നത്. പിന്നെ കേരള PSCയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് KS പോലത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു SSC തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് UPSCക്കുള്ള കാലിബർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ UPSC തന്നെ ട്രൈ ചെയ്യണം. അത് വേറൊരു ലീഗാണ്. ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ആണ്. മറ്റേ ചിലത് ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ എഴുതേണ്ടി വരും. പിന്നെ നബുആൻ വേറെ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ ഒരുപാട് ഫെയിലറിലൂടെ 2018 ഡിഗ്രി കഴിഞ്ഞിട്ട് 7 വർഷത്തോളായി റാങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫെയിലറിലൂടെ കടന്നു വന്ന് അവസാനം ഒരു റിസൾട്ട് എത്തി. ഇനി വരാൻ പോകുന്ന കുട്ടികളോട് അല്ലെങ്കിൽ വരാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് നബുആൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. കാരണം നബുആൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ബാക്കിയുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്റർവ്യൂക്ക് ഓൾറെഡി സയൻസ്. അപ്പോൾ നബുആൻ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇത് നടക്കുന്ന കാര്യമാണോ? അപ്കമിങ് ആസ്പിരൻസിനോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജോയിൻ ചെയ്തതാണെങ്കിൽ, നിങ്ങൾ സ്വയം തീരുമാനിച്ചെടുത്തതാണെങ്കിൽ കുറച്ച് വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും വെറുതെയാണ് സാർ. കാരണം ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യാണ്. എനിക്ക് ഇത്ര നാൾ കഷ്ടപ്പെട്ടതിനുള്ള ഒരു റിവാർഡ് കിട്ടിയ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സയൻസ് ആണോ അല്ലേ? സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ്. നിങ്ങൾ മാക്സിമം ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക, റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഡേ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എൻ്റെ ഇറ്റ്സ് വെറുതെയാണ്. അത് ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തുന്ന ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇന്റർവ്യൂവിലൂടെ മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രമാണ് കുട്ടികൾ പാസ്സാവുന്നത് അല്ല, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ബാക്കിയുള്ള. കാരണം നമ്മൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ലെവൽ, നമ്മളൊരു യോഗ്യത മാത്രമേ ഉള്ളൂ ഡിഗ്രി. പക്ഷേ ലെവൽ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് വരെ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു സിലബസാണ്, എല്ലാവരും പഠിക്കുന്ന ഒരേ സയൻസാണ്, ഒരേ മാത്സ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തുന്ന ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ നബുആൻ ഇരിക്കുന്നത്. നബുആൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നബുആൻ്റെ ആ ഒരു റിസൾട്ടിൽ, ടാക്സ് എന്ന റിസൾട്ടിൽ ഞാനും സത്യം പറഞ്ഞാൽ പേഴ്സണലി സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നബുആൻ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ആ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.